ആദ്യമായി നന്നായി കൂസ കഴുകിയെടുക്കുക. എന്നിട്ട് കൂസയുടെ രണ്ടറ്റവും മുറിച്ചിട്ട് ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കൊരു 2 ക്യാരറ്റ് എടുക്കാം. അതും നന്നായിട്ട് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറിയ പീസായി അരിഞ്ഞെടുക്കുക. ഇനി വേണ്ടത് 2 സവാളയാണ്. അതും കഴുകി വൃത്തിയാക്കി ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി നമ്മുടെ ഇതിലേക്ക് ആവശ്യമായ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് എണ്ണ ഒഴിച്ച് കടു വറുത്തതിന് ശേഷം, കടു ഒന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ക്യാരറ്റ്, സവാള, പച്ചമുളക് എന്നിവയിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അത് ഏകദേശം ഒന്ന് വഴണ്ടതിന് ശേഷം മാത്രമേ നമ്മൾ കൂസ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. കൂസ വേവ് കുറവായതുകൊണ്ട് ആദ്യം തന്നെ ഇട്ട് കഴിഞ്ഞാൽ അത് വെന്തു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി ഇത് നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം. പൊടി ഇട്ട് കൊടുക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ തീ ഒന്ന് കുറയ്ക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിലാദ്യമായി നമ്മൾ മല്ലിപ്പൊടി ഇടുക, മഞ്ഞൾപ്പൊടി ഇടുക, ഗരം മസാലപ്പൊടി ഇടുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് വേകാനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റി വെച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുക വേകാനായിട്ട്. തീ കുറച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഏറ്റവും അവസാനം കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർക്കണം. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുറുക്കി നമുക്ക് എത്ര ചാറ് ആവശ്യമാണോ അതിനനുസരിച്ച് നന്നായി പരുവത്തിന് കുറുക്കി പറ്റിച്ച് വാങ്ങി വെക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൂസക്കറി അങ്ങനെ നമുക്ക് കഴിക്കാം. ഇനി ഇതിന് കോമ്പിനേഷനായിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇടിയപ്പമാണ്. ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ നല്ലൊരു കറിയാണ് കൂസക്കുറുമ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.